നമസ്കാരം. പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി ഭീകരപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് തുറന്നു സമ്മതിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. UK ആസ്ഥാനമായുള്ള സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പാക് മന്ത്രിയുടെ ഏറ്റുപറച്ചിൽ. പാകിസ്ഥാന്റേത് കുറ്റമറ്റ ട്രാക്ക് റെക്കോർഡ് അല്ലെന്നും US, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണച്ചിട്ടുണ്ടെന്നും ആസിഫ് പറഞ്ഞു. ഏകദേശം 3 പതിറ്റാണ്ടുകളായി ഞങ്ങൾ US വേണ്ടിയും ബ്രിട്ടൻ ഉൾപ്പെടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഈ വൃത്തികെട്ട ജോലി ചെയ്തു വരുന്നു. അതൊരു തെറ്റായിരുന്നു, അതിന് ഞങ്ങൾ അനുഭവിച്ചു എന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു. ഭീകര സംഘടനകൾക്ക് ധനസഹായം നൽകുന്നെന്ന പേരിൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നതിന് US അദ്ദേഹം ആഞ്ഞടിച്ചു. ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നത് വൻ ശക്തികൾക്ക് വളരെ സൗകര്യപ്രദമാണ്. 80കളിൽ സോവിയറ്റ് യൂണിയനെതിരെ ഞങ്ങൾ അവരുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്തപ്പോൾ ഇന്ന് തീവ്രവാദികളായി മുദ്ര കുത്തപ്പെട്ടവരെല്ലാം വാഷിംഗ്ടണിൽ ഒത്തുകൂടി ഭക്ഷണം കഴിച്ചിരുന്നു. പിന്നീട് മുംബൈ ഭീകരാക്രമണം, വീണ്ടും അതേ സാഹചര്യം ആവർത്തിച്ചു. തങ്ങളുടെ സർക്കാർ ഒരു തെറ്റ് ചെയ്തെന്ന് താൻ കരുതുന്നു എന്നും ഖ്വാജ പറഞ്ഞു. താലിബാൻ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളെ US അവരുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചെന്നും ആസിഫ് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര യുദ്ധം മുറുകുന്നതിനിടെയാണ് ആസിഫിന്റെ പരാമർശം. അതിർത്തികൾക്ക് അപ്പുറത്തുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുകയും ധനസഹായം നൽകുകയും ചെയ്യുന്നുവെന്ന് ഇന്ത്യ വളരെ കാലമായി ആരോപിച്ചു വരികയാണ്. ചൊവ്വാഴ്ച ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്.